ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് അനദർ വിൻ. ഒഡീഷ എഫ് സിക്കെതിരെ കൊച്ചിയിൽ വെച്ച് തങ്ങളുടെ തട്ടകത്തിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് 2-3 എന്ന സ്കോറിൽ ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. പോയിന്റ് ടേബിളിൽ മുകളിലേക്ക് 8ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് 20 പോയിന്റുമായിട്ട്. അപ്പോൾ ഈ മത്സരം വിജയിച്ചതോടുകൂടി മറ്റൊരു കാര്യം പറയാം, നമുക്കിപ്പോഴും പ്ലേ ഓഫിന് സാധ്യതകളുണ്ട്. നമുക്ക് ഈ വിജയത്തോടു കൂടി തന്നെ നമുക്കിനി അധികം പോയിൻ്റ് ഒന്നുമില്ല മുകളിലേക്ക് ആ പ്ലേ ഓഫ് സ്പോട്ടിലേക്ക് വരാൻ. അപ്പോൾ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെറും ഫുൾ പോസിറ്റീവ് ഒന്നല്ല, നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എങ്ങനെയായാലും ഫൈനലി നമ്മൾ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നെഗറ്റീവ് ഒന്നും പറയുന്നില്ല, പോസിറ്റീവായിട്ട് തന്നെ പറയാം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ കുറച്ച് ശോകമായിരുന്നു. അത്ര സുഖമുള്ള കളിയായിരുന്നില്ല. അവർ ഫസ്റ്റ് ടൈമിന് ഗോളും സ്കോർ ചെയ്തു. ആ ഗോള് പിന്നെയും ഇൻഡിവിജ്വൽ മിസ്റ്റേക്കിന് ഒരു കുറവും വന്നിട്ടില്ല. ഇന്ന് നമ്മൾ ഫുള്ളി ഒരു ഇന്ത്യൻ ഡിഫൻസ് ആയിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കൊയ്ഫ് മിഡിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ മിസ്റ്റേക്കിലൂടെയാണ് അവർ ചെറിയ ഗോൾ സ്കോർ ചെയ്തത്. പിന്നെ സെക്കൻഡ് ഹാഫിലായിരുന്നു നമ്മുടെ കളി ഒന്നും കൂടി ഉഷാറായത്. നമ്മൾ പെപ്രയൊക്കെ സബ്ബാക്കാൻ വേണ്ടി തോന്നുന്നു ജീസസിനെ സബ്ബറക്കാൻ നോക്കുമ്പോഴാണ് ആ ഫസ്റ്റ് ഗോൾ നമ്മൾ തിരിച്ചടിച്ചത്. അത് പെപ്രയാണ്. പെപ്ര ഫസ്റ്റ് ഹാഫിൽ അത്ര നല്ല രീതിയിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സെക്കൻഡ് ഹാഫിൽ ഇറ്റ്സ് ഗുഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ ആ അസിസ്റ്റ് കൊടുത്തത് കോറോ സിംഗ് ആണ്. കോറോയുടെ ഒരു ഗ്രേറ്റ് പാസ്, സീസണിലെ 4ാമത്തെ അസിസ്റ്റാണ്. ചെക്കൻ ചുമ്മാ തീയാണെന്ന് തന്നെ പറയാം. 4ാമത്തെ അസിസ്റ്റ്. ഒരു എമർജിങ് പ്ലെയർ അവാർഡ് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിനുള്ള ക്വാളിറ്റി ഉണ്ട് പ്ലെയറിന്. 18 വയസ്സാണ് ഇപ്പോൾ, 17 വയസ്സുകാരന് ഇപ്പോൾ 18 ആയിട്ടുള്ളൂ. അപ്പോൾ കോറോയുടെ ഗ്രേറ്റ് അസിസ്റ്റ്, പെപ്ര കീപ്പറിനെയും കടന്ന് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ ഡ്രോ ആകുന്നു. പിന്നെ അതിനുശേഷം ഹിമിനസ് വരുന്നു. കൊയ്ഫിനെ വലിച്ച് ഫുൾ അറ്റാക്കിങ്ങിൽ 4 ഫോറിൻ പ്ലേയേഴ്സ് വരുന്നു. വന്ന് അത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഗ്രേറ്റ് ഒരു തട്ടിക്കളിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു ഹീസസിൻ്റെ ഗോൾ വരുന്നു. ഹീസസ് ബാക്ക് ടു പിച്ച് ആൻഡ് ഗോൾ സ്കോർഡ് എന്ന് തന്നെ പറയാം. ഹീസസിൻ്റെ ആ ഗോൾ വന്നതൊരു വളരെ ഒരു നല്ല ഗെയിം പ്ലേയിലൂടെ തന്നെയായിരുന്നു. കോറോ സിംഗ് പെപ്ര കൊടുക്കുന്നു, പെപ്ര ലൂണ കൊടുക്കുന്നു. ലൂണയുടെ ഒരു ഗ്രേറ്റ് ക്രോസ്, പക്ക ഒരു ക്രോസ് നേരെ നോഹയുടെ തലയിലേക്ക്. നോഹ ജസ്റ്റ് തല കൊണ്ട് ഹെഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നു. ഹീസസിന് സിമ്പിൾ ടാപ്പിൻ ഫിനിഷിംഗ് ഉള്ളത്. ഹീസസ് അവിടെ സ്കോർ ചെയ്യുന്നു. ബാക്ക് ടു പിച്ച് ആൻഡ് സ്കോർ. 10th ഗോളാണ് ഹീസസ് ഹിമിനസിൻ്റെത്. ആ ഗോളും സ്കോർ ചെയ്ത് നമ്മൾ ജയിക്കുമെന്നൊക്കെ 2-1 ജയിക്കുമെന്നുള്ള ഇതിൽ വരുമ്പോഴാണ് അവർ 2ാമത്തെ ഗോൾ തിരിച്ചടിക്കുന്നത്. നമ്മൾ 73ാം മിനിറ്റിൽ സ്കോർ ചെയ്തില്ല, അവർ 80ാം മിനിറ്റിൽ തിരിച്ചടിക്കുന്നു. അവിടെയും വീണ്ടും ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക്, സച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്കാണ് കണ്ടത്. അവിടെ ആദ്യം ആ ഫ്രീ കിക്ക് ഒരു 1-1 ഫ്രീ കിക്കിനായിരുന്നു ഡിയാഗോ മൊറീഷ്യൻ്റെത്. അത് ബാറിൽ തട്ടി തിരിച്ചു വരുന്നു. വിപിൻ ക്ലിയർ ചെയ്യുന്നു. എന്നാൽ വീണ്ടും അവിടുന്ന് ഒരു അടി, അത്ര പവർ പോലും ഉണ്ടായിട്ടില്ല. സച്ചിൻ വീണ്ടും കുത്തിയിട്ട് അവിടെ ഇട്ട് കൊടുക്കുന്നു ഫ്രണ്ടിൽ ഓരോ പ്ലേയേഴ്സിന് മുന്നിൽ. അവിടെ ഡോറിങ്ടൺ ഗോൾ അടിക്കുന്നു. പിന്നെ 83ാം മിനിറ്റിൽ കാർലോസ് ഡെൽഗാഡോ ഒക്കെ റെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ശോകം കളിയായിരുന്നു. ബട്ട് ലാസ്റ്റ് ടൈമിലേക്ക് വന്നപ്പോൾ നോവ സദോയി തുടക്കം മുതൽ നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. പല അടികളും ബ്ലോക്കിൽ തട്ടി. അങ്ങനെ അവസാനം ഫൈനലി ആ ഷോട്ട് 95ാം മിനിറ്റിൽ നല്ലൊരു കിക്ക് എടുക്കുന്നു. അത് അമൈർ അനവാഡയുടെ ഡിഫ്ലക്ഷൻ വഴി പോസ്റ്റിൽ പതിക്കുന്നു. 3-2. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നു. ഇറ്റ്സ് ഗുഡ് വിൻ. അപ്പോൾ എന്തായാലും ബാക്ക് ടു ബാക്ക് വിൻ ലഭിക്കുന്നു. എങ്ങനെയായാലും നമ്മുടെ പുതിയ പരിശീലകന്മാരായ അവരെ ഇതിനെ പ്രശംസ അറിയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും അവർ 4 മത്സരം പരിശീലിപ്പിച്ചതിൽ 3 വിജയമാണ്, ഒരു തോൽവി മാത്രമാണ് അതിലുള്ളത്. അപ്പോൾ ഗുഡ് റിസൾട്ട് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് മാച്ചിൽ ഇതിനേക്കാൾ മികച്ച രീതിയിൽ നല്ല വിന്നുകൾ ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.